ടോപ്പ് ആൻഡ് ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ലൊരു അടപ്രഥമനാണ്. വളരെ വേഗത്തിൽ ടേസ്റ്റോടുകൂടെ എങ്ങനെയാണ് ഈ അടപ്രഥമൻ ഉണ്ടാക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. ഇത് തയ്യാറാക്കാനായി ഞാൻ 250 ഗ്രാം അട എടുത്തിട്ടുണ്ട്. ഈ ഒരു അടയാണ് നമുക്ക് ഈ പായസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ തേങ്ങാപ്പാൽ നമ്മൾ പിഴിഞ്ഞെടുക്കണം. അതിനായി ഞാനിവിടെ 1.5 തേങ്ങയിൽ നിന്നും 1-ാം പാലും 2-ാം പാലും 3-ാം പാലും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അട വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു 3 ലിറ്റർ വെള്ളം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം അട നമുക്കിതിലേക്കിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കാം. അട ഇട്ട് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കാതെ തുടർച്ചയായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. അട വേകുന്ന സമയത്ത് ഈ പായസത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയെടുക്കാം. അതിനായി 500 ഗ്രാം ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. അതോടൊപ്പം 100 ഗ്രാം ചവ്വരിയും വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വേവിക്കാനായി വെച്ചിരുന്നത് അട നമുക്കിതിൽ നിന്നും കോരിയെടുക്കാം. അട നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അരിപ്പ വെച്ച് നമുക്കിതിനെ കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി പായസം തയ്യാറാക്കാനുള്ള പാത്രം അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് 3 സ്പൂൺ എണ്ണ ഒഴിച്ച് അട നമുക്ക് ഇതിലേക്കിട്ട് ഒരു 2 മിനിറ്റ് ഇത് നല്ലതുപോലെ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഉരുക്കി വെച്ചതായ ശർക്കര അരിച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഒഴിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ഇത് നല്ലതുപോലെ ഒന്ന് വീണ്ടും കുറുക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചതായ ചവ്വരി ചേർത്ത് കൊടുക്കാം. ചവ്വരിയും കൂടെ ചേർത്ത് വീണ്ടും ഒരു 2 മിനിറ്റ് നല്ലതുപോലെ തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3-ാം പാലാണ് ഒഴിക്കേണ്ടത്. നമുക്ക് 3-ാം പാൽ കൂടെ ഒഴിച്ച് ഒരു 2 മിനിറ്റ് 2-3 മിനിറ്റ് നമുക്ക് വീണ്ടും ഇതിനെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. ഇനി ഏകദേശം 7 ഏലക്ക നമുക്ക് ചതച്ച് ഇതിലേക്ക് ചേർക്കാം. നല്ലതുപോലെ ഇതിനെ വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2-ാം പാലും കൂടെ ചേർത്ത് വീണ്ടും ഒരു 4 മിനിറ്റ് നമുക്ക് വീണ്ടും ഇതിനെ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. 2-ാം പാൽ ഒഴിച്ച് 4 മിനിറ്റിന് ശേഷം നമുക്ക് 1-ാം പാൽ ഒഴിക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ 4 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ശർക്കരയുടെ ഒരു കുത്ത് മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ചേർക്കുന്നത്. ഇത് കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ 1-ാം പാൽ ഒഴിക്കുന്ന സമയത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിലിടണം. ഇത് തിളയ്ക്കാൻ പാടില്ല. ഈ തേങ്ങാപ്പാലിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റ് ഈ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. 3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിൽ 3 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുമ്പോഴേക്കും കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ മൂപ്പിച്ചതിന് ശേഷം ഇതിന് നമുക്ക് പായസത്തിലേക്ക് ചേർക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമൻ തയ്യാറാക്കിയിട്ടുണ്ട്. എത്ര വേഗത്തിലാണ് നമ്മളിത് തയ്യാറാക്കിയത്. തീർച്ചയായും ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. മാത്രമല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്